ദൈവമക്കളെ നമ്മൾ ഭാഗ്യശാലികൾ, ദിവ്യജീവനുള്ളിലേകി ക്രിസ്തു നായകൻ. ദൈവമക്കളെ നമ്മൾ ഭാഗ്യശാലികൾ, ദിവ്യജീവനുള്ളിലേകി ക്രിസ്തു നായകൻ. അതുകൊണ്ട് ആലി പറയുന്നത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഇതിനകത്ത് തെറ്റിയാലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ രണ്ട് കൂട്ടരും തെറ്റായിരിക്കും. ഏതാണെങ്കിലും രണ്ട് കൂട്ടർക്കും ശരിയാകാൻ പറ്റില്ല. അവൻ പറഞ്ഞതിൻ്റെ ലോജിക്ക് ഇതാണ്. ഇവരിൽ ഒരാൾ പറയുകയാണെന്ന് വെച്ചോ, നിങ്ങളും പോകും ഞങ്ങളും പോകും എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. രണ്ടും വഴി ശരിയാണെന്ന് വേണമെങ്കിൽ ഹ്യൂമൻ വേയിൽ ലോജിക്കലായിട്ട് പറയാം. പക്ഷേ ഇതത് പറ്റുകയല്ലോ. രണ്ടു കൂട്ടരും എക്സ്ക്ലൂസീവ് വിശ്വാസികളാണ്. അവർ രണ്ടു കൂട്ടരും പറയുന്നത് ഞങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി. അപ്പോൾ ഇവനിങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്, ഇനി ദൈവത്തിങ്കിലേക്കുള്ള വഴി അവൻ പല പോസിബിലിറ്റീസ് പറയണം. ഒന്നുകിൽ ഇവരിൽ ഒരാൾ പറയുന്നത് ശരിയായിരിക്കും, അല്ലെങ്കിൽ ഇവർ രണ്ടു കൂട്ടരും പറയുന്നത് തെറ്റായിരിക്കും. ഏതാണെങ്കിലും രണ്ടു കൂട്ടരും കൂടെ പറയുന്നത് ശരിയാകാനുള്ള സാധ്യത ഇല്ല. ഇതിനിപ്പോൾ ഞാനെന്താ ഞാൻ കൺഫ്യൂഷൻ. അവൻ പറയുന്നത് എനിക്ക് ഈ വഴി കണ്ടുപിടിക്കണമെങ്കിൽ ദൈവത്തിങ്കിലേക്ക് ഇവർ കണ്ടുപിടിച്ച വഴി രണ്ടും എനിക്ക് പ്രയോജനപ്പെടുന്നില്ല. എനിക്കൊരു വഴി കണ്ടുപിടിക്കണമെങ്കിൽ ദൈവം എന്നാണ് ഇങ്ങോട്ടൊരു വഴി കൊണ്ടുവന്നെങ്കിലേ പറ്റുകയുള്ളൂ എന്ന് അവനിങ്ങനെ സംസാരിക്കുന്ന ഒരു സോളിലൊക്കെ ഒരു ആത്മകഥം പറയുന്നത് അതിനകത്തുണ്ട്. ശരിക്കും അത് മാത്രമേ ഉള്ളൂ ദൈവത്തിങ്കൽ എത്തിച്ചേരുന്നതായ ഒരു വഴി. മനുഷ്യന് ദൈവത്തിങ്കലേക്കുള്ള ഒരു വഴിയും ദൈവത്തിന് എത്തിച്ചേരത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ലോജിക്കലായിട്ട് ചിലപ്പം ഇതൊക്കെ ശരിയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം ദുബായിൽ നമുക്ക് പോകണമെങ്കിൽ രണ്ട് മാർഗമുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന്, ഇവിടെ നിന്ന് വിസ എടുത്ത് ഒരു പ്ലെയിൻ ടിക്കറ്റ് എടുത്ത് കൊച്ചിൻ എയർപോർട്ടിൽ നിന്ന് നേരെ പറന്ന് ദുബായി പോവാം. അല്ലെങ്കിൽ എന്താ മാർഗമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിവിടെ അറബിക്കടലിൻ്റെ തീരത്തല്ലേ, ഈ അറബിക്കടലിനോട് ചെന്നിട്ട് നേരെ അങ്ങോട്ട് ചാടി അങ്ങ് നീന്തിയാൽ മതി. നീന്തി വേണമെങ്കിൽ നമുക്ക് ഇവിടെ ചെല്ലാം, ദുബായി ചെല്ലാം. പക്ഷെ ആരെങ്കിലും ചാടി ദുബായിക്ക് ഞാൻ നീന്തി പോവാണെന്ന് പറഞ്ഞാൽ നിങ്ങളെന്താ പറയും? എൻ്റെ പൊന്നുമണി, നീ അവിടെ ചെല്ലില്ല. അതെന്താ ചെല്ലാത്ത? ദുബായ് എവിടെ കിടക്കുന്നത്? നീ എന്തോളത്തോളാണ് ഈ പറയുന്നത് അവിടെ നീന്തി ചെല്ലാമെന്ന്? ദൈവം പറയാന്ന്, ഇല്ല, ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഭ്രാന്താണെന്ന് നമ്മൾ പറയത്തുള്ളൂ. പക്ഷേ റിലീജിയൻ്റെ കാര്യത്തിൽ ഇവന് ഭ്രാന്താന്ന് ആരും പറയുന്നില്ല. കാര്യം നമ്മൾ പറയുന്നത്, ഞാൻ ദൈവത്തിങ്കിലേക്കുള്ള വഴി ഞാൻ കണ്ടുപിടിക്കും, ഞാൻ പരിശ്രമിക്കും, ഞാൻ നല്ല പ്രവൃത്തി ചെയ്യും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് അങ്ങോട്ട് പോകാനായിട്ട് മനുഷ്യൻ പരിശ്രമിക്കുകയാണ്. പക്ഷെ ഇതെങ്ങനെ അങ്ങോട്ട് ചെല്ലാൻ പോകുന്നു? അതിൻ്റെയൊന്നും ആവശ്യമില്ലെന്നേ. ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? ദൈവത്തിൽ നിന്നൊക്കെ ഒരു വഴി ഇങ്ങോട്ട് തുറന്നു തന്നിരിക്കുകയാണ്. അതേ ഉള്ളു വഴി, വേറെ വഴിയൊന്നുമില്ല. നമ്മൾ പണിയുന്ന എല്ലാ വഴിയും പാതി വഴിക്ക് തീരും. ഒരു ഗോത്തുരുത്ത് പാലമാണെങ്കിലും പകുതി വഴി ഉണ്ടോ പണിതിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല, ഒരു കാര്യമില്ല. അപ്പുറത്തെത്താത്ത ഒരു വഴി നമ്മളെ അങ്ങേ കരയ്ക്കെത്തില്ല. യേശുവിൻ്റെ വഴി അക്കരയ്ക്ക് എത്തുമെന്നുള്ളതിൻ്റെ ഉറപ്പിനാന്നറിയാം. അവൻ അവിടുന്ന് ഇങ്ങോട്ട് വന്ന ആളാ, അല്ല ഇവിടുന്ന് അങ്ങോട്ട് പോയ ആളല്ല. അതുകൊണ്ടാണ് യേശുവാണ് യഥാർത്ഥ വഴി എന്ന് പറയാൻ കാര്യം. ഇവിടുന്ന് അങ്ങോട്ട് ഏത് റിലീജിയസ് ലീഡർ എത്ര വലിയ വഴി പണിതാലും അവിടെ ചെല്ലത്തില്ല. കാരണം ഇവരാരും അങ്ങോട്ട് ചെന്നിട്ടില്ല. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത്, പിതാവിൻ്റെ മടിയിലിരുന്ന ഏകജാതനായവനല്ലാതെ വേറെ ആരും അവനിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടില്ല. വേറെ ആരും വന്നിട്ടില്ല. സോ അതുകൊണ്ടാണ് യേശുവാണ് യഥാർത്ഥത്തിലുള്ള വഴി എന്ന് പറയാനായിട്ടുള്ള കാരണം. ആ വഴി അവൻ നമുക്ക് വേണ്ടി പണിതിരിക്കുന്നതായ ഈ വഴി അവൻ്റെ സ്വന്തമാണ്. അതിനകത്ത് നമ്മളുടെ എഫേർട്ടൊന്നും ഇല്ല. ഈ വഴിയിലൂടെ നമ്മളെ അക്കരെ കൊണ്ടുപോകണമെന്നുള്ളത് ദൈവത്തിൻ്റെ മുൻനിയമനമാണ്. അല്ലാതെ നമ്മൾ പരിശ്രമിച്ചുണ്ടാക്കിയെടുത്തൊരു കാര്യമല്ല. ഇറ്റ് ഈസ് ഗോഡ്സ് പ്രീഡെസ്റ്റിനേഷൻ. ടോട്ടലി അവൻ്റെ വകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതിനകത്ത് മഹത്വം എടുക്കാനുണ്ടെങ്കിൽ ആർക്കേ എടുക്കാനുള്ളൂ? ദൈവത്തിനേ ഉള്ളൂ, വേറെ ആർക്കും ഇല്ല. നമുക്കാർക്കും ഇക്കാര്യത്തിൽ ഒരു മഹത്വം എടുക്കാനില്ല. നമ്മുടെ രക്ഷയുടെ കാര്യത്തിൽ ഒരാൾക്കും ഒരു പുകഴ്ചയ്ക്കും അവകാശമില്ല. അതുകൊണ്ട് പോൾ പറയാണ്, ഞങ്ങളിത് അക്സെപ്റ്റ്, ഞങ്ങളെ അവൻ മുൻ നിയമിച്ചു. എന്തിനാണ്? അവൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി. നിങ്ങളും ഈ സുവിശേഷം കേട്ടു, നിങ്ങളും
എന്തായിത്തീർന്നു? അവൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്ക് കാരണമായിത്തീർന്നു. നിങ്ങളിലൂടെ ദൈവം പ്രവർത്തിക്കുന്ന പ്രവൃത്തി. അത് നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു ആവശ്യമാണ്. ഇതിനകത്ത് എൻ്റെ എഫേർട്ടോ എൻ്റെ കാര്യങ്ങളോ ഒന്നുമില്ല. ഇറ്റ് ഈസ് ടോട്ടലി ഡിസൈഡഡ് ബൈ ഗാഡ്, ഡിസൈൻഡ് ബൈ ഗാഡ്. എന്നാൽ അവൻ മുൻ നിയമിച്ചു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആളുകൾക്ക് ഒരു സംശയമുണ്ട്. അപ്പോൾ അവൻ കുറച്ച് പേരെയൊക്കെ നിയമിച്ചിട്ടുണ്ട്, അവർ മാത്രമേ പോകത്തുള്ളല്ലേ, അല്ലാത്തവരൊന്നും പോകത്തില്ലല്ലോ, പിന്നെ ഇപ്പം നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും പോകത്തില്ല. ഇവിടെയാണ് നമ്മൾ മുൻ നിയമനവും മുന്നറിവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. നമ്മൾ റോമാലേഖനത്തിൽ വായിക്കുമ്പോൾ അവൻ മുന്നറിഞ്ഞവരെ മുൻ നിയമിച്ചും മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചു. മുന്നറിഞ്ഞവരെ, അതായത് ദൈവത്തിൻ്റെ മുൻ നിയമനത്തിന് മുമ്പ് നടക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? മുന്നറിവ്. അതായത് ദൈവം മുൻ നിയമിച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷെ അതിനു മുമ്പ് തന്നെ ഈ മുൻ നിയമനത്തെ ഞാൻ അക്സെപ്റ്റ് ചെയ്യാമെന്നുള്ളത് ദൈവം എന്ത് ചെയ്തിരുന്നു? അറിഞ്ഞിരുന്നു. ആ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അവൻ മുൻ നിയമിക്കുന്നത്. ഞാൻ ജനിച്ചിട്ടില്ല, എൻ്റെ പൂർവ്വപിതാക്കന്മാർ പോലും ജനിച്ചിട്ടില്ല, ലോകം പോലും സ്ഥാപിക്കപ്പെട്ടില്ല, പക്ഷെ അതിനു മുമ്പ് തന്നെ അവൻ എന്ത് ചെയ്തു? ഞാൻ എന്ത് ചെയ്യുമെന്നുള്ളതിനെക്കുറിച്ചുള്ള മുന്നറിവ് അവന് ഉണ്ടായിരുന്നു. ആ മുന്നറിവിൽ നിന്നാണ് അവൻ എന്ത് ചെയ്യുന്നത്? മുൻ നിയമിക്കുന്നത്. അത് അറിഞ്ഞതുകൊണ്ട് അവൻ പറഞ്ഞു, യെസ്, സാജു ഈ വിശാല പദ്ധതിയിൽ ഒരു ഭാഗമാണെന്ന് അവൻ തീരുമാനമെടുത്തു. അവൻ മുൻ നിയമിച്ചു. എന്നാൽ ഈ അവൻ തെരഞ്ഞെടുത്തു. ഈ തെരഞ്ഞെടുപ്പിനെ എനിക്ക് നിഷേധിക്കാമോ? സ്വാഭാവികമായിട്ടും ആളുകളെ ഇപ്പം എന്നോട് 1-2 പേര് ചോദിച്ചു, ഇതിനകത്ത് ദൈവം നമ്മളെ മുൻ നിയമിച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ അതിനകത്ത് നമുക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? നമുക്ക് ഒരു പങ്കും ഇല്ലെന്നുള്ള ഒരു ചിന്ത ചില ദൈവശാസ്ത്രജ്ഞന്മാർ അങ്ങനെ വെച്ച് പുലർത്തുന്നത്, കാൽവിനും മറ്റും. നമുക്ക് ഒരു പങ്കുമില്ല. പക്ഷെ ഒരു പങ്കുമില്ല എന്ന് പറയുന്നത് ശരിയല്ല. നമുക്ക് തീർച്ചയായിട്ടും ഒരു പങ്കുണ്ട്. മുൻ നിയമനം ദൈവം നടത്തുന്നെങ്കിലും, അല്ലെങ്കിൽ മുന്നറിവിൽ ഒരാളെ മുൻ നിയമിക്കുന്നുവെങ്കിലും, ആ മുൻ നിയമനം എന്ന് പറയുന്ന ഒരു അപ്പോയിൻമെന്റ് ലെറ്റർ പോലെയാണ് ശരിക്കും. ഇപ്പം ഞാനിവിടെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ, അല്ലെങ്കിൽ ഞാനിവിടുത്തെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ അല്ലെങ്കിൽ വേറൊരു കമ്പനിയിൽ ഞാൻ ജോലി ചെയ്യാനായിട്ട് എന്നെ അവർ അപ്പോയിൻ്റ് ചെയ്ത് നിൽക്കുക. എന്നെ അപ്പോയിൻ്റ് ചെയ്താൽ ജോലിക്ക് പോകണോ വേണ്ട എന്നുള്ളത് ആർക്ക് തീരുമാനിക്കാം? എനിക്ക് തീരുമാനിക്കാം. അപ്പോയിൻ്റ് ചെയ്താൽ ജോലിക്ക് പോകണോ വേണ്ടായോ എന്നുള്ളത് എനിക്ക് തീരുമാനിക്കാം. എന്നാൽ അപ്പോയിൻ്റ് ചെയ്യുന്നില്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും തീരുമാനിക്കാൻ പറ്റുമോ? എനിക്ക് ചുമ്മാ പറയാൻ പറ്റുമോ, ഞാൻ ഏതാണെങ്കിലും ഇന്ത്യൻ എക്സ്പ്രസ് ജോലി ചെയ്യാനങ്ങ് തീരുമാനിച്ചു? നിന്നെ അയാൾ വിളിച്ചോ? ഇല്ല, അവരാരും വിളിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ഞാനങ്ങ് തീരുമാനിച്ചു. നിങ്ങൾ ആരെങ്കിലും നാളെ ഇൻഫോസിസിൽ വർക്ക് ചെയ്യാൻ അങ്ങ് തീരുമാനിച്ചെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? ആരാ തീരുമാനിക്കേണ്ടത്? തീരുമാനം എടുക്കേണ്ടത് കമ്പനിയുടെ ഉടമസ്ഥരാണ്, ഓണറാണ്, അല്ലെങ്കിൽ കമ്പനിയുടെ മാനേജ്മെൻ്റാണ്. ഇൻഫോസിസുകാരനാണ് തീരുമാനം എടുക്കേണ്ടത് നിന്നെ വേണോ വേണ്ട എന്നുള്ളത്. പിന്നെ പോണോ വേണ്ട എന്നുള്ളത് നമ്മൾ തീരുമാനിക്കാം. ഇതുപോലെ മുൻ നിയമനം എന്ന് പറയുന്നത് ആരുടെ വകയാണ്? ദൈവത്തിൻ്റെ വകയാണ്. ആ മുൻ നിയമനം തന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? മുന്നറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. മുന്നറിഞ്ഞവരെ അവൻ മുൻ നിയമിക്കുന്നു. പക്ഷേ ആ മുൻ നിയമനം നമുക്ക് അക്സെപ്റ്റ് ചെയ്യുകയോ റിജക്റ്റ് ചെയ്യുകയോ ചെയ്യാം. അക്സെപ്റ്റ് ചെയ്യുകയോ റിജക്റ്റ് ചെയ്യുകയോ ചെയ്യാം. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. ദൈവം അടിച്ചേൽപ്പിക്കത്തില്ല. അതായത് അടിച്ചേൽപ്പിക്കുമെന്ന് ചിന്തിക്കുന്ന, അതായത് നമുക്ക് ദൈവത്തിൻ്റെ ഒരു വിളിയിൽ നിന്ന്, അല്ലെങ്കിൽ ദൈവം നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തെറ്റിപ്പോകാൻ പറ്റത്തില്ലെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അങ്ങനല്ല. എനിക്ക് തെറ്റിപ്പോകാൻ വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പിന്നെ എൻ്റെ സ്വതന്ത്ര ഇച്ഛാശക്തി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇല്ലേ, ഞാൻ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സ്വതന്ത്ര ഇച്ഛാശക്തിയിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എനിക്ക് ഇത് സ്വീകരിക്കാനോ നിരാകരിക്കാനോ ഉള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന്. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇച്ഛാശക്തി ഇല്ലാത്ത ഒരു ഒരു ബീയിങ് ആയി പോകും. ഇച്ഛാശക്തി എന്ന് പറഞ്ഞ് കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ നിയമനം ഉണ്ടാക്കാൻ എനിക്ക് പറ്റില്ല, പക്ഷെ നിയമനത്തെ എനിക്ക് സ്വീകരിക്കുവാനോ നിരാകരിക്കുവാനോ
എപ്പോഴും അവകാശം ബാക്കി നിൽക്കുന്നുണ്ട്. ഇനി ചിലരെ ദൈവം അങ്ങനെ തീരുമാനിച്ചു ഇരിക്കുന്നു, ചിലരെ ദൈവം എന്നാൽ മുൻനിയമനം, ചിലർക്ക് ഗോഡ് ഹാസ് പ്രീഡെസ്റ്റൈൻഡ് സം, ചിലരെ. അത് ദൈവത്തിൻ്റെ മുഖപക്ഷമാണോ? ഇന്നൊരാൾ ചോദിച്ചൊരു ചോദ്യമാണ്, അത് ദൈവത്തിൻ്റെ മുഖപക്ഷമാണോ? ചിലരെ മാത്രം ദൈവം എന്താണ് മുൻ നിയമിക്കുന്നു അല്ലെങ്കിൽ സ്വീകരിക്കുന്നു. അത് മുഖപക്ഷമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പുതിയ നിയമത്തിൽ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. അവൻ യാക്കോബിനെ സ്നേഹിച്ചു, ഏശാവിനെ ദ്വേഷിച്ചു. അത് ശരിയായ ഒരു കാര്യമാണോ? ഒരു പരിധി വരെ പറഞ്ഞു കഴിഞ്ഞാൽ ഏശാവ് യാക്കോബിനേക്കാൾ ഭേദമായിരുന്നു. യാക്കോബ് ഉപായിയായ ഒരു വ്യക്തിയാണ്. ഏശാവ് വാസം പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ബാക്കി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താണെങ്കിലും എന്താ ഒരു കള്ളത്തരം കാണിക്കുന്നില്ലല്ലോ. ഉപായിയായ ഒരു വ്യക്തിയായിട്ട് അവൻ കള്ളത്തരമൊന്നും കാണിക്കുന്നില്ല. അവൻ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അവൻ നേരിട്ട് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്നിട്ടും എന്തുകൊണ്ടാണ് ഏശാവിനെ ദൈവം ദ്വേഷിക്കുന്നത്? ഐ ഹെയ്റ്റ് ഇസാവ് ആൻഡ് ഐ ലവ് ജേക്കബ് എന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. എന്നാൽ ഇവിടെ ഹെയ്റ്റ് എന്നും ലവ് എന്ന് പറയുന്ന വാക്കുകൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു അർത്ഥമല്ല ഉള്ളത്. ഇവിടെ ഹെയ്റ്റ് എന്ന് പറയുന്നത് പകയ്ക്കുക, ദ്വേഷിക്കുക, പുറത്താക്കുക എന്നുള്ള അർത്ഥമില്ല. അവിടെ പറയുന്നത് പ്രിഫറൻസുമായിട്ട് ബന്ധപ്പെട്ടാണ്. തെരഞ്ഞെടുപ്പ്, അല്ലെങ്കിൽ ഐ പ്രിഫർ കോഫി ടു ടീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഹെയ്റ്റ് കോഫി എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എബ്രായ ഭാഷയിൽ വേണമെങ്കിൽ പറയാം. ഇപ്പം എബ്രായ ഭാഷയിലെ ചില വാക്കുകൾക്കൊക്കെ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അതായത് നമുക്ക് മലയാളത്തിൽ വരുമ്പോഴത്തേക്ക് ഞാൻ ഏശാവിനെ ദ്വേഷിച്ചു എന്ന് പറയുമ്പോൾ, ശരിക്കും ദ്വേഷിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഇപ്പം കർത്താവ് തന്നെ പറഞ്ഞു, എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും മക്കളെയും പകയ്ക്കുകയും ചെയ്യാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനാകാനായിട്ട് കഴിയത്തില്ല. അവിടെ പറയുന്നത് എന്താണ്? അപ്പനെയും അമ്മയും പകയ്ക്കണമെന്നാണ്. അപ്പനെയും അമ്മയും പകയ്ക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അപ്പനെയും അമ്മയും വീട്ടിൽ കയറ്റരുതെന്നോ അടിച്ചോടിക്കണമെന്നോ തല്ലിക്കൊല്ലണമെന്നോ വല്ലതാണോ അതിൻ്റെ അർത്ഥം? അല്ല. അവിടെ പകയ്ക്കുക എന്ന് പറയുന്നത് എൻ്റെ അടുക്കൽ വരിക. അവിടെയാണ് അതിനകത്ത് പ്രശ്നം. നിങ്ങളുടെ മുമ്പിൽ ഒരു ചോയ്സ് വരികയാണ്, യേശുവും അപ്പനും. അപ്പോൾ നിങ്ങൾ ആരെയാണ് ചൂസ് ചെയ്യുന്നതെന്നുള്ളതാണ് അവിടുത്തെ ചോദ്യം. അത്രേ ഉള്ളൂ. അവിടെ പകയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പുറത്താക്കുക എന്നുള്ള ഒരു അർത്ഥത്തിൽ അല്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പകയ്ക്കുകയല്ല, എന്താണ്, ചൂസ് ചെയ്യുന്ന കാര്യത്തിൽ അത് പകയ്ക്കുകയുമില്ല. അത് അതിനകത്ത് പകയുടെ പ്രശ്നമൊന്നുമില്ല. സ്നേഹത്തിന് യാതൊരു വ്യത്യാസവും ഉണ്ടാകുന്നില്ല. സ്നേഹത്തിന് യാതൊരു കുഴപ്പവും ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ഇയ്യോബിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇയ്യോബിൻ്റെ ഭാര്യ ഇയ്യോബിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നീ എന്തിനായി നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്? നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യം എന്താണ്? നീ ദൈവത്തെ ത്യജിച്ച് പോയി മരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഇയ്യോബ് ഭാര്യയോട് തിരിച്ചു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നീ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നത് എന്ത്? നമ്മൾ ദൈവത്തിൽ നിന്ന് നന്മ അനുഭവിച്ചു, നമ്മൾ ദൈവത്തിൽ നിന്ന് തിന്മയും അനുഭവിക്കേണ്ടതല്ലയോ? അവിടെ ശരിക്കും ഈ ഇയ്യോബിൻ്റെ ഭാര്യ പറഞ്ഞ കാര്യത്തെ ഇയ്യോബ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് ശരിയാണ്. എന്നാൽ അവിടെ പകച്ചോന്ന് ചോദിച്ചാൽ പകയ്ക്കുന്നുണ്ട്. പക്ഷെ പറയുമ്പോൾ പറയുന്നത് എന്താണ്? നമ്മൾ. അന്നേരവും പറയുന്നത് നീ എന്നല്ല. ആദാമിൻ്റെ കാര്യത്തിലാണെങ്കിൽ എന്ത് പറയുന്നുണ്ട്? ആദാം, അവൾ, അല്ലെങ്കിൽ മാറി നിൽക്കുന്നുണ്ട്. പക്ഷെ ഇയ്യോബ് അങ്ങനെയല്ല. ഇയ്യോബ് ഹി വാസ് ലവിങ്ലി ഹെയ്റ്റിങ് എന്ന് അങ്ങനെ ഒരു വാക്കില്ല, അങ്ങനെ രണ്ടും കൂടെ ചേരുന്ന വാക്കുകളല്ല. അവൻ സ്നേഹത്തോടുകൂടെ അവളെ പകച്ചെന്ന് വേണമെങ്കിൽ പറയാം. സ്നേഹത്തോടുകൂടെ അവളെ പകച്ചു. അവളുടെ സ്നേഹം വിട്ടുകളഞ്ഞില്ല. എന്നാൽ ദൈവത്തെയാണ് അവൻ ചൂസ് ചെയ്തത്. മുറുകെ പിടിച്ചത് ഭാര്യയല്ല, ആരെയാണ്? ദൈവത്തെയാണ്. അത്രേ ഉള്ളൂ അവിടുത്തെ അർത്ഥം എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ യാക്കോബിനെ സ്നേഹിച്ചു, ഏശാവിനെ ദ്വേഷിച്ചു എന്ന് പറയുമ്പോൾ ഏശാവിനെ ഞാൻ ഒരു കാരണവശാലും സ്വീകരിക്കത്തില്ല, അവനെ ഞാൻ തള്ളിക്കളയും, അവനെ കൊന്നുകളയും എന്നുള്ള അർത്ഥമൊന്നും അവിടെ ഇല്ല. അവിടുത്തെ അർത്ഥം ഇത്രയേ ഉള്ളൂ, എനിക്ക് ചൂസ് ചെയ്യേണ്ട ഒരു സമയം വന്നപ്പോൾ ഞാൻ ചൂസ് ചെയ്തത് ആരെയാണ്? യാക്കോബിനെയാണ്. അതെന്താ യാക്കോബിനെ ചൂസ് ചെയ്യാൻ കാര്യം? അവിടെയാണ് ഞാൻ മുന്നറിവ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം വരുന്നത്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏശാവ് എന്ത്
ചെയ്യുമെന്നുള്ളതിനെക്കുറിച്ച് ദൈവത്തിന് എന്തുണ്ടായിരുന്നു? മുന്നറിവുണ്ടായിരുന്നു. ഏശാവ് എന്ത് ചെയ്യും? വിശന്ന് കഴിഞ്ഞപ്പം ഒരു ചുവന്ന പായസത്തിന് വേണ്ടി, ഒരു നേരത്തെ ഊണിന് വേണ്ടി ജ്യേഷ്ഠാവകാശത്തെ വിറ്റ് കളഞ്ഞ ആളാണ് ആര്? ഏശാവ്. എന്താണ് ജ്യേഷ്ഠാവകാശം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം? ജ്യേഷ്ഠാവകാശം എന്ന് പറയുന്നത് അപ്പനെ പ്രതിനിധാനം ചെയ്യുവാനുള്ള അവകാശമാണ്. അതാണ് ജ്യേഷ്ഠാവകാശത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. കാര്യം അപ്പൻ്റെ പേര് അടുത്തത് വരുന്നത് ആർക്കായിരിക്കും? ഈ മകനായിരിക്കും. അബ്രഹാം, ഇസഹാക്ക്, ഏശാവ് എന്ന് വരേണ്ട സ്ഥാനത്ത് ഇപ്പോൾ എങ്ങനെ വന്നിരിക്കുന്നത്? അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. എന്താ? അവൻ ജ്യേഷ്ഠാവകാശം അലക്ഷ്യമാക്കി കളഞ്ഞു. ജ്യേഷ്ഠാവകാശം അലക്ഷ്യമാക്കി കളയാന്ന് പറയുമ്പോൾ ഈ ജ്യേഷ്ഠാവകാശത്തിന് കുറച്ചുകൂടെ പുറകോട്ട് പോയാൽ അപ്പൻ്റെ പ്രതിനിധി മാത്രമല്ല അവൻ ദൈവത്തിൻ്റെയും കൂടെ പ്രതിനിധിയാണ്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഐ വിൽ ബ്ലസ് യു സോ ദാറ്റ് യു ഷാൽ ബി എ ബ്ലെസ്സിങ്. നീ ഒരു അനുഗ്രഹമായിരിക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അപ്പോൾ ദൈവത്തെ പ്രതിനിധാനം ചെയ്യുവാനുള്ള അവകാശം ദൈവം ആർക്ക് കൊടുത്തു? അബ്രഹാമിന് കൊടുത്തു. ആ അവകാശമാണ് ജ്യേഷ്ഠാവകാശത്തിലൂടെ ആർക്ക് കിട്ടിയിരിക്കുന്നത്? ഇസഹാക്കിനെ. അപ്പോൾ ഇസഹാക്ക് അബ്രഹാമിനെ മാത്രമല്ല ആരെയും കൂടെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്? ദൈവത്തെ കൂടെ. ആ അവകാശമാണ് യാക്കോബ് തട്ടിയെടുത്തത്. അതായത് അവൻ പറഞ്ഞു, എനിക്ക് എങ്ങനെയെങ്കിലും ദൈവത്തെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് കഴിയണം. ആ അവകാശം ഏശാവിന് ഉണ്ടായിരുന്നതാണ്, അതവൻ അലക്ഷ്യമാക്കി കളഞ്ഞു. അങ്ങനെയുള്ള ഒരുത്തനെ എങ്ങനെ ദൈവത്തിന് തിരഞ്ഞെടുക്കാൻ പറ്റും? ദൈവമക്കളെ, നമ്മൾ ഭാഗ്യശാലികൾ. ദിവ്യജീവനുള്ളിലേകി ക്രിസ്തു നായകൻ. ദൈവമക്കളെ, നമ്മൾ ഭാഗ്യശാലികൾ. ദിവ്യജീവനുള്ളിലേകി ക്രിസ്തു നായകൻ. വിശ്വസിച്ചു ദൈവപുത്രൻ തന്റെ നാമത്തിൽ, സംശയിച്ചിടേണ്ട നമ്മൾ ദൈവമക്കളായി. വിശ്വസിച്ചു ദൈവപുത്രൻ തന്റെ നാമത്തിൽ, സംശയിച്ചിടേണ്ട നമ്മൾ ദൈവമക്കളായി. നിശ്ചയിച്ചു നിത്യഭാഗ്യമേകുവാനവൻ, ആശ്വസിച്ചു പാർത്തിടാം നമുക്കു പാരിതിൽ. നിശ്ചയിച്ചു നിത്യഭാഗ്യമേകുവാനവൻ, ആശ്വസിച്ചു പാർത്തിടാം നമുക്കു പാരിതിൽ. ദൈവമക്കളെ, നമ്മൾ ഭാഗ്യശാലികൾ. ദിവ്യജീവനുള്ളിലേകി ക്രിസ്തു നായകൻ. ഭൂമിയിന്നു ദുഷ്ടനായവന്റെ കൈകളിൽ, നമ്മളിന്നു ഭ്രഷ്ടരായിടുന്നതാകയാൽ. ഭൂമിയിന്നു ദുഷ്ടനായവന്റെ കൈകളിൽ, നമ്മളിന്നു ഭ്രഷ്ടരായിടുന്നതാകയാൽ. സൗമ്യമായി കാത്തിരിക്ക ദൈവപുത്രനെ, ഭൂമി വാണടക്കിടുന്ന നാളടുത്തുഹ. സൗമ്യമായി കാത്തിരിക്ക ദൈവപുത്രനെ, ഭൂമി വാണടക്കിടുന്ന നാളടുത്തുഹ. ദൈവമക്കളെ, നമ്മൾ ഭാഗ്യശാലികൾ. ദിവ്യജീവനുള്ളിലേകി ക്രിസ്തു നായകൻ. ഭാരമേറി മാനസം കലങ്ങിടാതെ നാം, ഭാവിയോർത്തു പുഞ്ചിരിച്ചു പാടി മോദമായി. ഭാരമേറി മാനസം കലങ്ങിടാതെ നാം, ഭാവിയോർത്തു പുഞ്ചിരിച്ചു പാടി മോദമായി. പാരിതിൽ
നമുക്കു തന്ന കാലമൊക്കെയും ഭാഗ്യദായകന്റെ സേവനത്തിലേർപ്പെടാം. പാരിതിൽ നമുക്കു തന്ന കാലമൊക്കെയും ഭാഗ്യദായകന്റെ സേവനത്തിലേർപ്പെടാം. ദൈവമക്കളെ നമ്മൾ ഭാഗ്യശാലികൾ, ദിവ്യജീവനുള്ളിലേകി ക്രിസ്തുനായകൻ. ദൈവമക്കളെ നമ്മൾ ഭാഗ്യശാലികൾ, ദിവ്യജീവനുള്ളിലേകി ക്രിസ്തുനായകൻ.